അങ്ങനെ ബാഫയ്ക്ക് തങ്ങളും ഇവരൊക്കെ കണ്ട് വരികയും നമ്മൾ വലിയൊരു പാർട്ടിയായാണ് മാറുകയും പിന്നീട് വിഭജനം സംഭവിക്കുന്നു. വിഭജനാനന്തരം ക്ലേശപൂർണമായ നാളുകൾ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിറവി 52 വരെയുള്ള 4 കൊല്ലം കൊടും ക്രൂരതകൾ, ജയിൽവാസങ്ങൾ, എന്തെല്ലാം നമ്മുടെ നേതാക്കന്മാർ അനുഭവിച്ചു. ഒക്കെ കഴിഞ്ഞ് മഹാനായ അബ്ദുറഹ്മാൻ അലി രാജ വഫാത്താകുന്നു. പകരം ജനറൽ സെക്രട്ടറിയായ സത്താർ സേഠ് സാഹിബ് പ്രസിഡൻ്റാകുന്നു. അപ്പോൾ സത്താർ സേഠ് സാഹിബ് പ്രസിഡൻ്റായപ്പം ജോയിൻറ്റ് സെക്രട്ടറിയായ സീതി സാഹിബ് ജനറൽ സെക്രട്ടറി ആകുന്നു. അപ്പോൾ പ്രസിഡന്റ് ഭരിച്ചാൽ സെക്രട്ടറി പ്രസിഡന്റ് ആകുക എന്നൊരു പതിവ് ലീഗിൽ വന്നു. കാരണം അർക്കൽ രാജാവ് മരിക്കുന്നു. അപ്പോൾ സെക്രട്ടറിയായ സത്താർ സേഠ് സാഹിബ് പ്രസിഡൻ്റാകും. സത്താർ സേഠ് സാഹിബ് പ്രസിഡന്റ് ആകുമ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിയായ സീതി സാഹിബ് ജനറൽ സെക്രട്ടറി ആയി മാറും. സത്താർ സേഠ് സാഹിബും സീതി സാഹിബും പ്രസിഡന്റ് സെക്രട്ടറിയായ കമ്മിറ്റിയിലേക്കാണ് ഈ 2 വലിയ അതുല്യ സയ്യിദ് വ്യക്തിത്വങ്ങൾ, ബാഫിത്വങ്ങളും മുഖ്യത്വങ്ങളും വരുന്നത്. അവരെ കീഴിൽ, അവരുടെ ലീഡർഷിപ്പിൽ. അവിടുന്ന് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ രാജ്യം വിഭജിക്കപ്പെടുന്നു. സത്താർ സേഠ് സാഹിബിന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുന്നു. പകരം ആര് പ്രസിഡന്റ് ആക്കണമെന്ന് ചിന്ത വരുമ്പോൾ എന്ത് നോക്കാനാ, പ്രസിഡന്റ് പോയ സെക്രട്ടറി പ്രസിഡന്റ് ആവും. സീതി സാഹിബ് പ്രസിഡന്റ് ആകണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു. അവിടെ വെച്ച് സീതി സാഹിബ് ഒരു ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടലാണ് ഈ പ്രസ്ഥാനത്തിന് ആ ഒരു അജയ്യ സയ്യിദ് നേതൃത്വത്തെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണക്കാരൻ്റെ പേരാണ് KM സീതി സാഹിബ്. പതിവ് രീതിയിൽ നിന്ന് സീതി സാഹിബ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ഞാനല്ല. ഏറ്റവും കൂടുതൽ മനുഷ്യർ, ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വം, ഏറ്റവും ആളുകൾ അനുസരിക്കപ്പെടുന്ന, വിധേയമാക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ബാഫിത്വങ്ങൾ. എൻ്റെ ഓർമ്മയിൽ ഒരു നേരത്തെ നമസ്കാരം പോലും ഇന്ന് വരെ ഖലാക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യനാണ് ഇതിൻ്റെ അമരത്ത് വരേണ്ടത്. അദ്ദേഹം പറഞ്ഞു 7 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനമേക്കുള്ളൂ. സീതി സാഹിബ് അങ്ങയുടെ ലീഡർഷിപ്പിലാണ് ഞാൻ വന്നത്. സമ്മതിച്ചില്ല. സീതി സാഹിബ് പടങ്ങി നിന്നും മണിക്കൂറുകൾ എടുത്തതിന് ശേഷമാണ് ബാഫിത്വങ്ങൾ സമ്മതിക്കുന്നത്. അങ്ങനെയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിത്വങ്ങൾ നേരിട്ട് പാർട്ടിയുടെ പ്രസിഡന്റാണ്. അടുത്ത വെല്ലങ്ങാടി ശാഖയിലൊക്കെ ഒന്നിരുന്നു. ശേഷം വിഭജനം വന്നു. മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നു. മുസ്ലിം ലീഗ് ഒറ്റക്ക് തന്നെ മത്സരിക്കുന്ന 51, 52 കാലഘട്ടങ്ങളിൽ ഒറ്റക്ക് മത്സരിച്ച് ലോക്സഭയിൽ ഒരു സീറ്റ് വാങ്ങുന്നു. പോക്കർസായി പോകുന്നു. ആദ്യ ലോക്സഭയിൽ നമ്മൾ എന്താണ് അവിടെ എത്തുന്നു. മദ്രാസിൽ നമ്മൾ 5 MLA നമുക്കുണ്ടാകുന്നു. അവിടെ ഒരു ഹങ് അസംബ്ലി വരുന്നു. ആർക്കും ഭൂരിപക്ഷമില്ല. ഈ 5 എണ്ണം ആർക്കാ പിന്തുണ കൊടുത്താൽ അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാം. അതോടുകൂടി മുസ്ലിം ലീഗ് ആർക്ക് പിന്തുണ കൊടുക്കും? മദ്രാസിയിൽ ഒരു സർക്കാർ, ഏത് സർക്കാർ വേണമെന്ന് ലീഗ് തീരുമാനിക്കും. പത്രങ്ങൾ എഴുതി. ലീഗിൻ്റെ തീരുമാനത്തിന് എല്ലാവരും കാതുകോർക്കുന്നു. ബദ്ധവൈരികളായ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ? സോഷ്യലിസ്റ്റുകളെ പിന്തുണയ്ക്കുമോ? കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുമോ? എന്താണ് ലീഗ് നിലപാടുകൾ? ഉറ്റുനോക്കുക. ലീഗ് തീരുമാനിക്കുന്നു, കോൺഗ്രസ്സായ രാജഗോപാലാചാരി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കട്ടെ. ഞെട്ടുകയാണ് ഇന്ത്യ രാജ്യം. 48 ലീഗ് രൂപീകരിച്ചപ്പോൾ 52 തെരഞ്ഞെടുപ്പ് വരെ ആകാശകാന്ത ലീഗിനെ എതിർക്കുകയും ലീഗ് നേതാക്കളെ വേട്ടയാടുകയും ജയിലിടുകയും മഹാനായ പൂക്കോയത്തങ്ങളെപ്പോലുള്ള പരമസാത്വികരായ മനുഷ്യരെ കൊണ്ട് ജയിലിലിട്ടു. ഹൈദരാബാദ് ആക്ഷൻ്റെ പേര് പറഞ്ഞ് രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് അത്ര ക്രൂരമായി ലീഗിനെ വേട്ടയാടിയിട്ടും മദ്രാസിയിൽ ഒരു സർക്കാരുണ്ടാക്കാൻ ആ കോൺഗ്രസിന് പിന്തുണ നൽകി ലീഗ്. എല്ലാവരും ഞെട്ടിച്ച സംഭവം. എന്താ ഇതിന് കാരണം? ലീഗ് എന്ന് പറഞ്ഞ കാരണം തമിഴ്നാട്ടിൽ വലിയ അരാജകാവസ്ഥയാണ്. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്നുള്ള ഇന്ത്യയിലേക്ക് കരോസിനുമായി മണ്ണെണ്ണയുമായി വന്ന കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയി. കറണ്ടില്ലാത്ത കാലഘട്ടം. മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കണതാണ് വ്യവസായവും വീട് വല്ലോ. മണ്ണെണ്ണില്ല, കൂരിയിട്ട്. അപ്പോൾ മണ്ണെണ്ണ ക്ഷാമം വലിയ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ കേന്ദ്രത്തിൽ സ്വാധീനമുള്ള കക്ഷിക്കേ സാധിക്കുള്ളൂ. അതിനാണ് പിന്തുണ. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ഒന്നും വേണ്ട, ഗവർണർ എന്തും വേണം നമുക്ക് തരുമെന്ന്. അതൊന്നും വാങ്ങാതെ, ഉപാധിയില്ലാതെ നാടിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, അതിന് പരിഹാരം കണ്ടെത്താൻ പിന്തുണ എന്ന് പറഞ്ഞു. അതോടുകൂടി ലീഗിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ നേതാക്കൾ, അത് ഇന്ത്യ ചർച്ച ചെയ്യപ്പെട്ടു. അവിടം തൊട്ടാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെക്കുറിച്ചും അതിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചും വമ്പിച്ച ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ടീമാണ്.
സ്ഥാനവും മാനവും പോകല്ല, നാടിനോടൊപ്പം ചേർത്തുന്നൊരു പാർട്ടി. അവിടെ വലിയൊരു ഫോഴ്സായിരുന്നു. ഈ 5 പേരാണെങ്കിൽ 5 പേര് സഭയിലേക്ക് കടന്നു വന്നാൽ എല്ലാവരും എഴുന്നേറ്റ്. മാത്രമല്ല നിർണായകമായ പല തീരുമാനം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ മാപ്പിളമാർക്കെതിരുള്ള പിന്നെ ക്രൂരമായ ഔട്ട്റേജസ് ആക്ട് പോലുള്ള ആക്ടുകൾ ആ കാലഘട്ടത്തിലാണ് ഇല്ലാതാക്കിയത്. ജന്മിമാരുടെ ക്രൂരതയിൽ നിന്നും കുടിയാന്മാരെ രക്ഷപ്പെടുത്തിയത് ആ കാലഘട്ടത്തിലാണ്. വികസനങ്ങൾ മലബാറിൽ പാലവും മറ്റും ഉണ്ടാക്കിയത് അന്നാണ്. ഫാറൂഖ് കോളേജ് പോലുള്ള സ്ഥാപനത്തിന് അനുമതി കിട്ടിയത് ആ സർക്കാരിൽ നിന്നാണ്. എന്തിനേറെ പറയുന്നു, അന്ന് ഡോക്ടർമാരില്ല. ഒരു ഡോക്ടർ വടകരയിലുണ്ട്, പേര് ഞാൻ മറന്നുപോയി, ജമാലുദ്ദീൻ. യെസ്, കോഴിക്കോട് നിർമ്മല മെഡിക്കൽ കോളേജ് അശോക ഹോസ്പിറ്റൽ, ഇത് എത്ര ഉള്ളൂ. അവിടേക്കൊന്നും എത്തൂല. നമുക്ക് ഫറോക്ക് ചുങ്കത്തെല്ലാം മത്തായി പാലഞ്ചാടിയും കുട്ടിയൊക്കെ എന്നൊക്കെ ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ട്, പ്രൊഡക്ഷൻ 10-15 എണ്ണം ഉണ്ടാവും. 4-5 എണ്ണം പോയാലും കിട്ടും. അന്ന് അങ്ങനെ കാലാണ്. അന്നാണ് സീരി സാഹിബ് ചെയ്ത വലിയ പ്രസംഗമുണ്ട്. ഞങ്ങൾക്കാരുമില്ല, ഡോക്ടറില്ല, മന്ത്രവാദികളും ഒറ്റമൂലിക്കാരും കള്ളവൈദ്യന്മാരും, ഞങ്ങളും നികുതി തരുന്നുണ്ട്, അതുകൊണ്ട് സൗജന്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേണമെന്നാണ്. സമ്മതിക്കാൻ പറഞ്ഞു. അടുത്ത ബജറ്റിൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബജറ്റ് വന്നപ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷേ കോഴിക്കോട്ടല്ല, തൃശ്ശനാപ്പള്ളിയിലേക്കാണ്. അന്നാണ് സഭയുടെ നടുത്തളത്തിൽ ഒരു MLA ഇറങ്ങിയ ചരിത്രം ഇന്ത്യയിലുണ്ടാണ്. അന്നാണ് ഈ ലീഗിൻ്റെ MLA ഉപ്പി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തളത്തിലിറങ്ങി. അതിനിപ്പം ഇന്ന് ഓരോരുത്തർ തളത്തിലിറങ്ങണ്ടല്ലോ. അതിനൊക്കെ ആദ്യത്തെ ഇറങ്ങലില്ല. ബജറ്റ് ഇങ്ങനെ ധനമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. ഈ കേരളത്തിൽ നിന്ന് പോയ മറ്റ് MLA ഇരുന്ന് ഗാലറിയിൽ ഇരുന്നത് കാണുകയാണ്. ഓലൊന്നും ഇറങ്ങി വന്നതിൻ്റെ കൂടെ ഇരിക്കില്ല. മെഡിക്കൽ കോളേജ് മുസ്ലിം ലീഗുകാരെ ചികിത്സിക്കാനല്ല, നാടിന് വേണ്ടിയാണ്. ഒരു പാർട്ടിയും വന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് ഒന്നും വന്നില്ല. മുദ്രാവാക്യം വിളിച്ചിരുന്നു. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രിയെ കൊണ്ട് നിർത്തിയപ്പിച്ചു. ഈ 5 ആൾക്കാർ സ്പീക്കറെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. രാജഗോപാലാചാരി അന്നത്തെ പ്രധാനമന്ത്രി എന്നാ വിളിക്കുക. ചർച്ച നടത്തി. അടുത്ത ബജറ്റിൽ ഒക്കെയാണ്, പറ്റൂല, സമ്മതിക്കില്ലെന്ന് വാശി പിടിച്ചു. അവസാനം ഇപ്പോഴത്തെ ഉള്ള ഫണ്ട് 2 ആക്കാൻ തീരുമാനിച്ചു. തൃശ്ശനാപ്പള്ളിയോടൊപ്പം കോഴിക്കോടിനും. ചരിത്ര സംഭവമാണ്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജിൽ പോകും, CH സെൻ്ററിൻ്റെ മുമ്പ് നിന്ന് സെൽഫി അടിച്ച് എല്ലാവരും പോകും. ആ മെഡിക്കൽ കോളേജും കൂട്ടി സെൽഫി എടുക്കണം. ആ KP ഒക്കെ ഇങ്ങനെ സെൽഫി അടിച്ച് കളിക്കുന്നതാണ് മെഡിക്കൽ കോളേജ് പോലും. എന്നിട്ട് കോഴിക്കോട് അന്നത്തെ ആദ്യത്തെ നഗരസഭ തലശ്ശേരിയാണ്. അന്നും കോഴിക്കോട് പഞ്ചായത്ത്, 2ാമതാണ് കോഴിക്കോട്, 3ാമത് പാലക്കാടാണ്. 3 നഗരസഭയാണ് അന്ന് ഉണ്ടായിരുന്നത്. കാരണം അതിലെ കോഴിക്കോട് നഗരസഭ പ്രമേയം എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കണത്. കോഴിക്കോടിന് മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ ധീരമായ നടപടിയെടുത്ത KM സീരിക്ക് ഈ നഗരസഭയുടെ അഭിനന്ദനം. ചരിത്ര സംഭവം അതൊക്കെ. അങ്ങനെ മുന്നേറ്റം നടത്തിയ സീരി സാഹിബ് പിന്നീട് 1960 മാർച്ച് മാസം 4 സ്പീക്കർ എന്ന പദവിയിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആയുസ് 63 വയസ്സ്. കൃത്യം 63-ാം വയസ്സിൽ മരിക്കുന്നു. ആ മരണരംഗം അദ്ദേഹം രോഗബാധിതനായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയുടെ അടുത്ത് ബാഫികത്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടുത്ത് കായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. മഹാനായ ബാഫികത്തങ്ങൾ ബഷീർ സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഈ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കാൻ ഒരു 2 മിനിറ്റ് അനുവദിക്കണം. എല്ലാവരും ഇരിക്കണം. ഓക്കെ, എല്ലാവരും തൽസ്ഥാനങ്ങളിൽ ഇരിക്കണം. അവസാന കാലഘട്ടം സീരി സാഹിബിൻ്റെ ജീവചരിത്രം അങ്ങനെ 1 മണിക്കൂറോ 2 മണിക്കൂറോ പറയാവുന്നതല്ല. ഞാൻ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് പോയത്. അവസാന കാലഘട്ടം അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ ഒരു ഭാഗത്ത് ബാഫിത്തങ്ങൾ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഊതിക്കൊണ്ടിരിക്കുകയാണ്, മന്ത്രിച്ച് ഊതാണ്.
കാലിൻ്റെ തൊട്ട ഭാഗത്ത് ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. സി സാഹിബിൻ്റെ സഹോദരൻ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. 3 കാലുള്ള സ്റ്റൂളാണ്. ആ സമയത്ത് എത്ര ദിവസം നോക്കണം. വെറുതെ നമ്മളൊരു നേതാവ് രോഗാതുരനായി കണ്ടാൽ ചെല്ലും, കാണും, പ്രാർത്ഥിക്കും, പോവും അല്ലേ? വാഫിത്തങ്ങൾ 9 ദിവസമായി അവിടെയാണ്. 6 ദിവസമായി ഖൈദമില്ലത്ത്. ഖൈദമില്ലത്തിൻ്റെ മരുന്ന് യുനാനി മരുന്നാണ്. ഖൈദമില്ലത്തിന് അലർജി ഉണ്ട്, വട്ടച്ചോറിമാരി. ആ മരുന്ന് തീർന്നപ്പോൾ ഖൈദമില്ലത്തിൻ്റെ മുഖമൊക്കെ വ്രണങ്ങൾ വരാൻ തുടങ്ങി, കയ്യും കാലും മാന്താൻ തുടങ്ങി. ഇത് കാണുന്നുണ്ട് സിരി സാഹിബ്. കണ്ണിന്ന് വെള്ളമൊലിക്കുന്ന അനുജനെ വിളിച്ച് ഒരു പേപ്പറിൽ എഴുതി. അത് ഇദ്ദേഹത്തിൻ്റെ സി സാഹിബിൻ്റെ പൗത്രനെ എഴുതിയ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഖൈദമില്ലത്തിനെ തിരിച്ചയക്കണം, അല്ലെങ്കിൽ എനിക്ക് മുമ്പേ അദ്ദേഹം പോകും. കാരണം മരുന്ന് തീർന്നു. ഖൈദമില്ലത്ത് പോകാൻ കൂട്ടാക്കണില്ല. നിർബന്ധിച്ച് അദ്ദേഹത്തെ കയറ്റിവിടണം. ബാഫീതങ്ങളെ മന്ത്രിച്ച് വെച്ചിക്കൊണ്ടേയിരിക്കണം. ഇവർക്കൊക്കെ ഇടയിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാനാണ്. അതൊക്കെ നിസ്സാരമായി കാണുന്ന ഇന്നത്തെ ചില ചെറുപ്പക്കാർ, ഏത് മൗലവി, ഏത് മറ്റേത്, ഏത് സീതി സാഹിബ്, ഏത് തങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നവർ സീതി സാഹിബിൻ്റെ അന്ത്യകാലത്ത് ബാഫ്യത്തങ്ങൾ ഇരുന്ന് എന്താണ് ആ നിർവഹിച്ചതൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കേണ്ട സമയമാണ്. അവസാനം ഖൈദമില്ലത്ത് മദ്രാസിലെത്തുന്നു. സീതി സാഹിബ് വഫാത്തായ വിവരം പുറത്തു വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഖൈദമില്ലത്ത് ജീവിതത്തിൽ ക്ഷുഭിതനായത് മകൻ മിയാഖാൻ പറഞ്ഞത് ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം, ഞാൻ എൻ്റെ പിതാവ് ക്ഷുഭിതനായി കണ്ടത് ഒരു ഘട്ടത്തിൽ. എന്താണ്? സീരി സാഹിബിൻ്റെ അടക്കിൽ നിന്ന് നിർബന്ധിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചു. സീരി സാഹിബിൻ്റെ മൗത്ത് പോകുമ്പോൾ അടുത്തിരിക്കാൻ കഴിയാത്തതിനുള്ള ദുഃഖമാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. ആലോചിച്ച് നോക്കണത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തുണ്ടാണ്. ഓരോ മനുഷ്യന്മാരും എടുത്തു നോക്കുക. അവസരം ബാഫീത്തങ്ങൾ മക്കത്ത് നിന്നാണ് മരിക്കണേ. ആരാണ് ബാഫീത്തങ്ങളെ കുളിപ്പിക്കുന്നതും മയ്യത്ത് കഫൻ ചെയ്യണം? ഇബ്രാഹിം സുലൈമാൻ സൈഡ് സാഹിബും CKP ചെറിയമ്മി കൈ സാഹിബാണ്. മനസ്സിലാക്കണം. ഇസ്മായിൽ സാഹിബ് മരിച്ചു. ഇസ്മായിൽ സാഹിബിൻ്റെ വഫാത്ത് ആർക്കോട് നവാബുമാരടക്കമുള്ള വമ്പൻ അവിടുത്തെ വലിയ ഗ്രാൻഡ് കാസിമാർ ഒക്കെ ഇസ്മായിൽ സാഹിബിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്ന സമയത്ത് മകൻ പറഞ്ഞു, എന്താണ് അബ്ബാജാൻ്റെ ഒസ്യത്തുണ്ട്. എന്താ ഒസ്യത്ത്? മയ്യത്ത് നിസ്കരിച്ച് കേരളാവിൽ നിന്നൊരു തങ്കൾ വരും, അതാണ് എൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത്. വാഫീത്തങ്ങൾ ഇവിടുന്ന് ചെന്നൈക്ക് അങ്ങോട്ട് പോയിട്ട് വാഫീത്തങ്ങളാണ് മയ്യത്ത് നിസ്കാരം നേതൃത്വം കൊടുക്കുന്നത്. കരുണാനിധി, MGR, സേട്ട് സാഹിബ് ഇരിക്കുന്ന ഫോട്ടോ കണ്ടില്ലെങ്കിൽ. ഇവരൊക്കെ ഇസ്ലാമിൽ പല കർമ്മശാസ്ത്രപരമായി ഇതാണ് നല്ലത്, ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് ജീവിച്ചവരാണ്. ലീഗ് എന്ന പ്ലാറ്റ്ഫോമിൽ എത്രമാത്രം ആഴത്തിലെ ബന്ധത്തിലൂടെ അവർ ജീവിച്ചു എന്നൊരു മാതൃക ഉണ്ട്. ആ മാതൃക സ്വീകരിക്കാൻ കഴിയാത്തവർ ഈ പാർട്ടിക്ക് ഭാരമാണ്. ഇത് മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. അവരുടെ പാരമ്പര്യം അത് പറ്റൂല, അവരെ കണ്ട മുണ്ടരുത്, ഓലെ കണ്ട അങ്ങോട്ടാക്കരുത് എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൻ്റെ ശക്തിയെ തകർക്കാൻ വരുന്നവർ അവരുടെ വലയിൽ, അവരുടെ മുസീബത്തിൽ വീഴാതെ നമ്മളെ സീരി സാഹിബ് അടക്കമുള്ള ബാഫീത്തങ്ങളടക്കമുള്ള നേതൃത്വം കാണിച്ചു തന്ന പാന്താവിലൂടെ സഞ്ചരിക്കാൻ നമുക്കും നമ്മളെ തലമുറക്കും കഴിയണം. അതിനിടങ്ങേറുണ്ടാക്കാൻ പല കാലങ്ങളിലും പലരും വന്നിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിക്കുകയേ വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഇതിപ്പം ആകങ്ങൾ ഇതെല്ലാ കാലത്തും എല്ലാവരും ചായ പറഞ്ഞാൽ കാപ്പി പറയുന്ന ഒരു ഓർഗം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് പോയൊരു ചരിത്രമാണ് ഉണ്ടായത്. വിമർശനങ്ങൾ കൂടുതൽ വന്നാൽ കൂടുതൽ സഹായം ലീഗിന് ഏതോ കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. ഓരോ ബൂത്തിൽ 25,000 മറിച്ച് ശരിയാക്കി നിലത്തിട്ട് അമർത്തിക്കളയും എന്ന് പറഞ്ഞപ്പോൾ എവിടെ എത്തി? ഭൂരിപക്ഷം 2.5 ലക്ഷം കഴിഞ്ഞ് മുന്നോട്ട് പോയി. എന്താണ്? വോട്ട് ചെയ്യാൻ വരെ താല്പര്യമില്ലാതെ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. തോൽപ്പിക്കാനോ ടീം ഇറങ്ങി എന്നാ കാണിച്ചു തരാൻ ഓരോ ഒന്ന് വോട്ട് ചെയ്ത്. അതിനാണ് പണ്ട് സീതാജി പറഞ്ഞ് മലായിക്കത്തുകൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. സീതാജിയുടെ ഒരു ഭാഷയായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഗതി. ഇത്തരത്തിലുള്ള നേതാക്കളെ സ്മരിക്കുന്നത് കുറഞ്ഞതുകൊണ്ടാണ് ആരാണ് ഇയാൾ, ഏതാണ് ഈ മൗലവി എന്നൊക്കെ, ഏതാണ് ഈ മുസ്ലിയാർ എന്നൊക്കെ ചോദിക്കാൻ ഓരോരുത്തർ വരുന്നത്. നാദാപുരം മണ്ഡലം സീരി സാഹിബ് അല്ല പഞ്ചായത്ത് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇതിന് ദേഷ്യം പിടിക്കുന്നുമുണ്ട്. നാദാപുരത്തെ ഏറ്റവും ധീരന്മാരായ പാർട്ടി ഇത്ര ട്രസ്റ്റിയായ വേറെ ആൾക്കാരില്ല എന്ന് എവിടെയും പറയുന്നതാണ് ഞാൻ. നിങ്ങളത്ര ജീവൻ കൊടുത്തവരില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്
ബംഗളത്തിനെ പോലെ ആളെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ നാട്ടിൽ വെറും ആരും പൈസക്കാരൊന്നും കുറ്റം പറയില്ല. ബംഗളത്തിനെ പോലെ ഒരു പാവത്തിന് സിദി സാഹിബിനെ പോലുള്ളൊരു മഹാന്റെ പേരിലുള്ളൊരു സ്ഥാനം കൊടുക്കാൻ, അതും ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന ഒരു വ്യക്തിയെയും, ഈ കോമ്പിനേഷൻ ഭയങ്കരമാണ്. അതിൻ്റെ കൂടെ മുഖ്യപ്രഭാഷകൻ എന്നൊക്കെ പേരും പറഞ്ഞ് എനിക്കും ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അവസരം തന്ന എല്ലാവർക്കും നന്ദി. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.